നിങ്ങൾക്ക് പേടിക്കണോ? അതായത് ഒരു സിനിമയും സീരീസിലും പ്രേതമൊക്കെ കണ്ടിട്ട് ഇത്രയൊക്കെ പേടിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഞാനും അങ്ങനത്തെ ഒരുത്തൻ തന്നെയാണ്. പക്ഷെ ഉണ്ടല്ലോ, ഈ ഒരു സീരീസ് കണ്ടിട്ട് ഞാൻ ശരിക്കും ഐ ഗോട്ട് ദ ചിൽസ്. എൻ്റെ അമ്മോ, ഇതെന്ത് സാധനം എന്ന് തോന്നില്ലേ? അത് തോന്നി എനിക്ക്. ഒന്നാമത് അറിയാലോ, ഈ ഹൊറർ മൂവീസാണ് കൂടുതൽ, സീരീസുകൾ അങ്ങനെ വളരെ കുറവാണ് ഹൊറർ ജോൺറയിൽ വരുന്നത്. നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഹോണ്ടിങ് ഓഫ് ഹിൽ ഹൗസ് ഒക്കെയാണ് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ളത്. ബാക്കിയെല്ലാം വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു റീല് കാണുന്നത്. ഒരു ഫ്രഞ്ച് ഹൊറർ സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഹൊറർ തന്നെയല്ലേ, എന്തപ്പം ഉണ്ടാത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടു തുടങ്ങിയതാണ്. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. ഈ ഫ്രഞ്ചാണെന്ന് കേട്ടപ്പോൾ തന്നെ കുറച്ചൊന്ന് പ്രതീക്ഷിക്കാനായിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്തില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, കിടിലൻ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ 2-3 സ്ഥലത്ത് ശരിക്കും പേടിച്ചു. ആ ഒരു അഡ്രിനാലിൻ റഷ് ഇല്ലേ, അത് കിട്ടി. പ്ലോട്ട് ഒന്ന് കേട്ടോ, എന്നിട്ട് തീരുമാനിച്ചോ കാണണോ കാണണ്ടേന്ന്. അതായത് ഒരു റൈറ്റർ ഒരു ബുക്ക് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാണ്. മാരിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ റൈറ്റർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയാണ്. എന്നിട്ട് നാട്ടിലെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഈ മരിയാൻ എന്നുള്ള ഒരു ക്യാരക്ടർ ചുമ്മാ ഉള്ള ഒരു ക്യാരക്ടറല്ല, അതിന് കുറച്ച് വേറെ പ്രത്യേകതകൾ ഉണ്ട്. ആ ഒരു സംഭവം പിടിയിട്ടില്ലേ എന്നാൽ അത് മാത്രമല്ല, ഇതിലൊരു ലോഡ് കാര്യങ്ങളുണ്ട്. സിനിമയല്ല, സീരീസാണിത്. അയ്യോ സ്പോയിൽ ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും വരണ്ട. ഇതൊക്കെ ട്രെയിലറിൽ ഇതിനേക്കാളുണ്ട്. കുറേ അവന്മാരുണ്ട്, എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പ്ലോട്ട് പറയാണ്ട് പിന്നെ എന്തോടോ പറയേണ്ടത്. ഓഫ് ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. മരിയാൻ എന്നാണ് സീരീസിൻ്റെ പേര്. നെറ്റ്ഫ്ലിക്സിലുണ്ട്, ഫ്രഞ്ചിലാണ്. സബ് ടൈറ്റിലൊക്കെ നോക്കി കുറച്ച് വായിക്കേണ്ടി വരും. കുറച്ച് കഷ്ടപ്പെട്ടാലും അതിനുള്ള വർത്ത് ഉണ്ട്.